ഹായ്, ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ജിമ്മ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വണ്ണം വെക്കുമോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടുമോ എന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം ഒരു അനുഭവസ്ഥ എന്ന രീതിയിൽ എനിക്കതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയാനും പറ്റും. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ 2021 ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ എൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയ സമയത്താണ് എനിക്ക് ജിമ്മിലേക്ക് പോവുക എന്നുള്ളൊരു ഇത് മനസ്സിൽ വന്നത്. കാരണം അതുവരെ ജിമ്മിൽ പോകുക എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വെയിറ്റ് കൂടിയ സമയത്ത് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്ത സമയത്താണ് ഞാൻ ജിമ്മിലേക്ക് പോകുന്നത്. നമ്മുടെ കൊറോണ സമയത്ത് ഞാൻ കരാട്ട ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ അവർ കുറച്ച് ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്ത് കൊറോണ സമയത്ത് ഏകദേശം ഒരു 10 kg കുറച്ചു. അവർ മെയിനായിട്ട് നമുക്ക് തരുന്നത് കാർഡിയോ വർക്കൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചു. പക്ഷേ അതെനിക്കൊരു 3 month കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമൽ ഫുഡും വർക്കൗട്ടൊക്കെ നിർത്തി അതിലേക്ക് വന്ന സമയത്ത് വീണ്ടും എൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ ഡബിളായിട്ട് കൂടി. അപ്പം സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫല്ലായിരുന്നു. അതായത് ചില സമയത്ത് ഫുഡ് കൺട്രോൾ ഇല്ലാണ്ട് കഴിക്കുന്നു, ഏത് ഫുഡ് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അങ്ങനത്തെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഡയറ്റ് ഫോക്കസ് ചെയ്തിരുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് ഞാൻ 2021 ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടുന്ന് മുതലാണ് എൻ്റെ ലൈഫിൽ ശരിക്കും നല്ലൊരു മാറ്റം വന്നു തുടങ്ങിയെന്ന് പറയാം. ജിമ്മിൽ പോയി ആദ്യത്തെ ഒരു 4 month കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 12 kg കുറഞ്ഞു. 12 kg കുറഞ്ഞു. ഞാൻ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. പക്ഷേ ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ കാർഡിയോ വർക്കൗട്ടിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് പോലില്ല. ഈ 4 month കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്യുന്നു, ഹൈ നീ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, കാർഡിയോ വർക്കൗട്ട്, ഫ്ലോർ, ഇത് തന്നെയായിരുന്നു ഞാൻ ആ 4 മാസവും ചെയ്തുകൊണ്ടിരുന്നത്. ആ 4 month ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഞാൻ ആ 4 month കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കാലിക്കറ്റിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ജിമ്മ് നിർത്തി ഏകദേശം 3 മാസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജിമ്മ് നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തതും എനിക്ക് അറിയുന്നത് കാര്യം അതായത് കാർഡിയോ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പോയിരുന്ന ജിമ്മിലാണെങ്കിലും അവർ എൻ്റെ ഒരു സമയത്ത് അവർ സ്ട്രെങ്ത് ട്രെയിനിങ് പറയുന്നുണ്ട്. പക്ഷേ ലേഡീസ് അധികവും എനിക്ക് തോന്നുന്നു നമ്മളധികവും ഈ ഫ്ലോറും ഭയങ്കര അധ്വാനിക്കുന്ന രീതിയിൽ ഉള്ള വർക്കൗട്ടുകളാണ് കൂടുതൽ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തു. അങ്ങനെ കോഴിക്കോട് എത്തിയ സമയത്ത് ഒരു 3 മാസം കൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ കൂടി. ആ 12 kg കുറഞ്ഞ വെയിറ്റ് ഏകദേശം ഒരു 6 kg വീണ്ടും കൂടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനായി. ഇനി എന്ത് ചെയ്യും? കാരണം എനിക്ക് പണ്ടത്തെ വെയിറ്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ടെൻഷനാണ്. അങ്ങനെ ഞാൻ വീണ്ടും കോഴിക്കോട് എത്തിയപ്പോൾ എനിക്കൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടത്തുള്ള മലാപ്പറമ്പുള്ള ആർക്കിലേക്ക് പോയി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 12 kg കുറഞ്ഞ് ഞാൻ വീണ്ടും 7 kg കൂടിയ സമയത്താണ് വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജിമ്മിലെത്തിയ സമയത്ത് ഞാൻ പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് പ്ലാൻ എനിക്ക് കിട്ടി. അതായത് ലേഡീസ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോർ അല്ലെങ്കിൽ കാർഡിയോ തന്നെ ചെയ്താൽ കാര്യമില്ല എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, വർക്കൗട്ടും അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ഇപ്പം ഉള്ള വെയിറ്റിൽ നിന്ന് അധികം ബുദ്ധിമുട്ടില്ലാണ്ട്, അതായത് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുന്ന രീതിയിൽ നിന്ന് ഒരു മാറ്റം വന്നു. അപ്പോൾ ഇനി ടോപ്പിക്കിലേക്ക് കിടക്കാം. ജിമ്മ് നിർത്തിയാൽ നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത്? നമ്മൾ കംപ്ലീറ്റ് ഒരു കാർഡിയോ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽ ലോസ് വരാം.
അതൊരു കാര്യമാണ്. ഈ മസിൽ ലോസ് വരുന്ന സമയത്ത് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് കലോറി ബേൺ ആവും. പക്ഷേ മസിൽ ലോസ് വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരാം, നമുക്ക് ഇഞ്ചുറി വരാം. എനിക്ക് ഈ കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്ത സമയത്ത് ഒരുപാട് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ക്വാട്ടിൽ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ എൻ്റെ നീ ജോയിൻറ്റിലെ പെയിൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം പുതുതായിട്ട് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും പോയിട്ട് കാർഡിയോ ഫുൾ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം നമുക്ക് നീ ജോയിൻറ്റിന് പെയിൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല. അത് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് വലിയൊരു പ്രശ്നമായിരുന്നു. ഒരു സ്ക്വാട്ടിൽ ഇരിക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു ടോയ്ലറ്റ് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. എനിക്ക് ബാക്കിൽ നമ്മൾ ജമ്പിങ് ജാക്സ് കൂടുതൽ, ഞാൻ 250 ജമ്പിങ് ജാക്സ് ഒരു മത്സരം പോലെയായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഒരു 250 ജമ്പിങ് ജാക്സ് ഒക്കെ 4 സെറ്റൊക്കെ ആയിട്ട് ചെയ്യായിരുന്നു. അങ്ങനെ എന്തോ പറ്റിയിട്ട് എനിക്ക് ബാക്കിൽ, അതായത് ഈ ഷോൾഡറിൻ്റെ ബാക്കിൽ ഭയങ്കര പെയിൻ വന്നു തുടങ്ങി. അങ്ങനെ അതും എനിക്ക് ഭയങ്കര കുറേ കാലം ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താ, മസിൽ എപ്പോഴും നമ്മൾ ലേഡീസിന് അത്യാവശ്യമായിട്ട് വേണ്ട നമുക്ക് മസിൽ വേണം. അതായത് മസിൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോയിൻസിൽ പെയിൻ വരും, നമുക്ക് ഒന്നിനും ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. പിന്നെ കാർഡിയോ വർക്കൗട്ട് ചെയ്യരുതെന്നല്ല, കാർഡിയോ വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യണം, എന്നാലേ നമുക്ക് സ്റ്റാമിന ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ജിമ്മ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റ് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വരും. നമ്മളുടെ ഫുഡ് ഹാബിറ്റ് ആയാലും നമ്മൾ ഡെയിലി ഇത്ര കലോറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബേൺ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ബേൺ ചെയ്യാണ്ടിരിക്കുകയും പക്ഷേ നമ്മൾ ഫുഡ് ഇൻടേക്ക് നോർമലി അന്ന് കഴിച്ച രീതിയിൽ തന്നെ പോകുമ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി കൂട്ടുക. നമ്മളിപ്പോൾ ജിമ്മ് നിർത്തിയെന്ന് വിചാരിച്ച് ചിലപ്പോൾ എല്ലാ കാലത്തും ആൾക്കാർക്ക് ജിമ്മ് പോകാൻ പറ്റണമെന്നില്ല. ഇനി പോകാൻ പറ്റുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പറ്റാത്ത ആളുകളാണെങ്കിൽ ജിമ്മ് നിർത്തുന്ന സമയത്ത് നമ്മളുടെ ആക്ടിവിറ്റി കൂട്ടുക. നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം വെറുതെ ഇരിക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ പോലും അങ്ങനെയെങ്കിലും ചെയ്യുക, ആക്ടിവിറ്റി കൂട്ടുക. പിന്നെ നമ്മൾ എപ്പോഴും പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കുറയും. നമ്മുടെ ഒരു 30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം പൊതുവേ കുറയും. വുമൻസിൽ, അതായത് ലേഡീസിൽ പൊതുവേ മെറ്റബോളിസം കുറവാണ്. അപ്പം നമ്മൾ ആ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നത് പൊതുവേ എങ്ങനെയാണ്, നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മെറ്റബോളിസം ഒക്കെ കൂടും. ഈ മെറ്റബോളിസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് നോർമലി ഫാറ്റ് ബേൺ ആവും. അതൊരു കാര്യമാണ്. അപ്പം വർക്കൗട്ട് നിർത്തുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് വരാം, ഈ ഫാറ്റ് സ്റ്റോറേജ് വരാം, നമുക്ക് വെയിറ്റ് ഗെയിൻ വരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജിമ്മ് നിർത്തിക്കഴിഞ്ഞാലും നമ്മൾ കുടിക്കുന്ന വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് കൂട്ടുക. കാരണം അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ഗെയിൻ വരാം. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പം ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഇയറായി. കറക്റ്റായിട്ട്, അതായത് എനിക്കറിയാം എന്ത് കഴിക്കണം, ഞാൻ എന്ത് കഴിച്ചാൽ തടിക്കും, എനിക്ക് കറക്റ്റ് അറിയാം. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് കൺട്രോളൊക്കെ വിട്ടിട്ട് ഞാൻ ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നല്ലോണം വെയിറ്റ് കൂടാറുണ്ട് കേട്ടോ, അതില്ല പറയില്ല. പക്ഷേ എന്നാലും എനിക്ക് ആ കൂടിയ വെയിറ്റ് ഒരു 1 വീക്ക് ഞാനൊന്ന് മനസ്സ് വെച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് കുറയുന്നുമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെയാണ് കാർഡിയോ വർക്കൗട്ടും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതലും പോകുന്നത്, ഫാറ്റിനേക്കാൾ കൂടുതൽ പോകുന്നത് വാട്ടറാണ്. അപ്പോൾ ഈ വാട്ടർ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് റീടെൻഷൻ വരും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ വീണ്ടും പിന്നെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. പക്ഷേ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റാണ് കംപ്ലീറ്റ് പോകുന്നതെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോർ ആവില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെങ്ത് ട്രെയിനിങ്. എന്ത് വന്നാലും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, അത് നമുക്ക് ഇത്ര % പ്രോട്ടീൻ നമുക്ക് വേണം. നമ്മൾ പണ്ട് മുതലേ എല്ലാ ആളുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോറ് കഴിക്കും, അതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാതെ പ്രോട്ടീൻ കൂടുതലും, ചോറ് കഴിക്കുന്നത് നമ്മൾ ഉപ്പേരിയൊക്കെ കഴിക്കില്ലേ, തോരൻ കഴിക്കില്ലേ, ഈ തോരൻ കഴിക്കുന്ന അത്ര മതി നമുക്ക് കാർബ്. ആ കാർബും ഒരുപാട് ആ പ്ലേറ്റിൻ്റെ ഒരു ഹാഫായിട്ട് പ്രോട്ടീനും കഴിക്കുക, ഒരു 1/4 ഭാഗം നമുക്ക് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കഴിക്കുക. ആ രീതിയിൽ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഹാബിറ്റ് മാറി കിട്ടും. നല്ലൊരു ഫുഡ് ഹാബിറ്റ് നമുക്ക് വരും.
ഇപ്പം ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിക്കണം അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് വന്നത് ഈ ഒരു 2 വർഷം കൊണ്ടാണ്. അതിന് ശേഷം എൻ്റെ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ റെഡ്യൂസ് ആയതും ഇപ്പം പെട്ടെന്ന് വെയിറ്റ് കൂടിയാലും എനിക്കറിയാം എനിക്കത് കുറയ്ക്കാൻ പറ്റും, എനിക്ക് ഏത് റൂട്ടിൽ കൂടെ പോയാൽ അത് കുറയും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഷുഗർ കണ്ടൻറ്റ്, നമുക്ക് ഷുഗർ കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വിചാരിക്കുന്ന ആളുകൾക്ക്. കാരണം വല്ലപ്പോഴും, അതായത് ഒരു 2 വീക്കിനൊക്കെ ശേഷം ഒരു എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് ഒന്നും കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഷുഗറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ പെട്ടെന്ന് ഫാറ്റായിട്ടാണ് അതെന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഇത് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് സ്റ്റോർ ആകും, പ്രത്യേകിച്ച് ഈ വയറിൽ. അതുപോലെ ലേഡീസിനുള്ള മെയിൻ പ്രശ്നമാണ് നമ്മുടെ ബാക്കിൽ. എനിക്കൊക്കെ മെയിനായിട്ടുള്ള ഫാറ്റ് അവിടെ ബാക്കിൽ, അതുപോലെ തന്നെ വയറൊക്കെയാണ് ഫാറ്റായിരുന്നത്. അപ്പോൾ അതൊക്കെ കുറയാൻ നമുക്ക് ഷുഗർ കട്ട് വേണം. അതുപോലെ തന്നെ കാർബ് കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റ് എല്ലാം ചെയ്തിട്ട്, അതായത് വർക്കൗട്ടും ഫുഡൊക്കെ ശ്രദ്ധിച്ചിട്ടും ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഉറക്കത്തിന് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം നന്നായി കുടിക്കുക, അതുപോലെ നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ജിമ്മിൽ പോയാൽ നമ്മളെല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിരിക്കണം. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാണ്ട് കാർഡിയോ മാത്രം ചെയ്ത് നമ്മൾ വെയിറ്റ് കുറച്ച അതേപോലെ അത് കൂടും. അതിനു വേണ്ടി നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഈ നമ്മൾ കുറച്ച് ദിവസം വർക്കൗട്ടൊന്നും ചെയ്തില്ല, ഒന്നും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ കൂടി നമ്മൾ ജിമ്മിൽ വരുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരാൻ പറ്റും, നമ്മളെ പണ്ടത്തെ ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. മറ്റേ നമുക്ക് ആ ഒരു എന്താ പറയുക, ബോഡിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ലൈഫിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നത്തെ എൻ്റെ വെയിറ്റിൽ നിന്ന് ഏകദേശം ഇപ്പം എനിക്കൊരു 10-16 കിലോകളും ഞാൻ കുറച്ചിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു നോൽമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വെജിറ്റബിളാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതിന് ഒരു പരിധി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ വെയിറ്റൊക്കെ കൂടി നിൽക്കുക. പക്ഷേ എനിക്കറിയാം എനിക്കത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാൻ 2-3 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഏത് രീതിയിലാണ് എനിക്ക് കൂടുന്നതെന്നും എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെയുള്ള കറക്റ്റ് ബോധ്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിനൊക്കെ ഒരുപാട് ചേഞ്ച് വരും. നമ്മളുടെ സ്കിൻ ടോൺ മാറും. വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കൗട്ടും പ്രോപ്പറായിട്ട് ഫുഡും ശ്രദ്ധിച്ചാൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആളുകൾ കാണുമ്പോൾ തന്നെ അയ്യോ നിനക്ക് നല്ല മാറ്റം, ആ രീതിയിൽ നമ്മുടെ ആളുകൾ പറയും. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. അത്രയ്ക്ക് ചേഞ്ച് നമുക്ക് വരും. പിന്നെ എൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യുന്ന എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകൾ ഇടണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എത്തപ്പം നമ്മൾ നല്ല തടിച്ചിരിക്കുന്ന ആൾക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്നല്ല, പക്ഷേ എന്നാലും നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പേഴ്സണലി തടിയുള്ള ആളുകൾക്ക് അങ്ങനെ ഇത് പറയല്ല, നമുക്കിപ്പം നമ്മൾ ഫിറ്റായിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റാണ്, എന്താ പറയുക, നമ്മൾക്കത് ചേരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു കോൺഫിഡൻറ്റ് വരും. അപ്പോൾ അതായത് കുറച്ച് വെയിറ്റൊക്കെ കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജിമ്മിലൊക്കെ പോയി, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ ആമസോണിൽ നിന്നൊക്കെ ഡംബലോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വർക്കൗട്ടുകളുണ്ട്, അതൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.